നമ്മളെ ഞെട്ടിച്ചത് തലക്കൽ ചന്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അപ്പൊ നിങ്ങൾ കുതിരസവാരി ഒന്ന് പഠിച്ചോണം. ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പഴശ്ശിരാജ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ചങ്ക് പോലുള്ള ക്യാരക്ടറാണ്. തലക്കൽ ചന്തു ക്ഷേത്രമുണ്ട്, അത്രയും ഭീകരമായ ക്യാരക്ടറാണ്. എനിക്ക് സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു ആ വർഷത്തെ. തലക്കൽ ചന്തു മരിക്കുന്ന സീനാണ് ആ സിനിമയിലെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തം. കൂർക്കുന്ന ഒരു സ്ഥലത്താണ്, തണുപ്പാണ്, ഞാൻ ബേർബോഡി നിൽക്കുക. തലക്കൽ ചന്തുവിനെ കൊല്ലുമ്പോൾ പ്രകൃതിക്ഷോഭം വരെ ഉണ്ടാവണമെന്നാണ് MT സാർ എഴുതി വെച്ചിരിക്കുന്നത്. കാറ്റും കൊടുങ്കാറ്റും ചാറും മഴയൊക്കെ ഉണ്ടാവണം. അപ്പം അങ്ങനത്തെ സീൻ. അപ്പം മഴ വീണം ഞാനാണെങ്കിൽ മരിച്ചു കിടക്കൊന്നും മറയ്ക്കാൻ പറ്റുമോ? തൂക്കിക്കൊല്ലൊന്നും മറയ്ക്കാൻ പറ്റും. ഞായറ് കഴുത്തിലിട്ട് കഴിയുമ്പോൾ ഇയാളിങ്ങനെ നോക്കുന്ന ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. ആ ഷോട്ടിൽ എവിടെയോ ഞാനൊന്നും അറിയാതെ ഞാൻ തന്നെയാണോ തലക്കൽ ചന്തു എന്ന് വിചാരിച്ചു പോയിട്ടുണ്ട്. പറയാനില്ല. ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമം കൂടിയായിരുന്നല്ലേ? റസൂൽ പൂക്കുട്ടി, ഹരിഹരൻ സാറ്, മമ്മൂക്ക. അയ്യോ, പിന്നെ എത്രയോ മഹാനടന്മാരുടെ. ഇളയരാജ സാറ്, തിലകൻ ചേട്ടൻ, നെടുമുടി വേണു ചേട്ടൻ. ആദ്യത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ, ബ്രഹ്മാണ്ഡ സിനിമ ചെയ്ത ഗോപാലേട്ടനാണ്. അത് പഴശ്ശിരാജയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.